നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രവാസി മലയാളി ഹൃദയാഘാതത്തെ തുടർന്ന് ജിദ്ദയിൽ മരിച്ചു. മണ്ണാർക്കാട് അലനല്ലൂർ പഞ്ചായത്തിലെ കാഞ്ഞിരമ്പാറ സ്വദേശി ചെർക്കയിൽ മുഹമ്മദ് ഫൈസലാണ് മരിച്ചത്. 49 വയസ്സായിരുന്നു. ജിദ്ദ ഷാറഫ് ഹിറയിൽ മൊബൈൽ സൂക്കിൽ ജോലി ചെയ്യുകയായിരുന്ന ഇദ്ദേഹത്തിന് നെഞ്ചുവേദനയെ തുടർന്ന് സൗദി ജർമ്മൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ചികിത്സയ്ക്കിടെ ഇന്ന് പുലർച്ചെയാണ് മരണം സംഭവിച്ചത്. ഡിജിറ്റൽ സ്വർണ്ണ നിക്ഷേപ പ്ലാറ്റ്ഫോമായ മൈ ഗോൾഡ് വാലറ്റ് സംഘടിപ്പിച്ച മെഗാ നറുക്കെടുപ്പിൽ മലയാളിക്ക് 100 ഗ്രാം സ്വർണം. ദുബായിൽ താമസിക്കുന്ന മുസമ്മിൽ എളം കുട്ടിക്കണ്ടി ആണ് 100 ഗ്രാം സ്വർണത്തിന് അർഹനായത്. കമ്പനി ഡയറക്ടർമാരായ ഷബീർ നടുവക്കാട്, CP തൻവീർ, മുഹൈമിൻ ഹാരിസ്, താഹിർ മുഹമ്മദ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് നറുക്കെടുപ്പ് നടന്നത്. കുവൈത്തിലെ 7th റിംഗ് റോഡിലുണ്ടായ വാഹനാപകടത്തിൽ ഒരു സ്ത്രീയും കുട്ടിയും മരിച്ചു. അമിത വേഗതയോ നിയന്ത്രണം നഷ്ടപ്പെട്ടതോ ആകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഇവരുടെ ദേശീയതയോ മറ്റ് വിവരങ്ങളോ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. വിവരമറിഞ്ഞ ഉടൻ തന്നെ ട്രാഫിക് പോലീസും പാരാമെഡിക്കൽ സംഘവും സ്ഥലത്തെത്തി. വാഹനത്തിനുള്ളിൽ കുടുങ്ങിക്കിടന്നവരെ പുറത്തെടുത്ത ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇരുവരുടെയും ജീവൻ രക്ഷിക്കാനായില്ല. സൗദി അറേബ്യയിൽ വിശുദ്ധ നഗരമായ മക്കയിൽ അനാശാസ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട 5 പ്രവാസികളെ സൗദി സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തു. ധാർമ്മിക മൂല്യങ്ങൾക്ക് നിരക്കാത്ത രീതിയിൽ പ്രവർത്തിച്ചതിനാണ് ഇവർക്കെതിരെ നടപടിയെടുത്തത്. പിടിയിലായ 5 പേരും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികളാണ്. ഇവരുടെ കൃത്യമായ ദേശീയത അധികൃതർ വെളിപ്പെടുത്തിയിട്ടില്ല. മക്കയിലെ ഒരു താമസ സ്ഥലം കേന്ദ്രീകരിച്ച് അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തുകയും സാമൂഹ്യ നിയമങ്ങൾ ലംഘിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇവർക്കെതിരെയുള്ള കുറ്റം. ഒമാനിൽ ജോലി ചെയ്യുന്ന മലപ്പുറം തിരൂർ സ്വദേശി യുവാവിനെ ഒമാനിൽ കാണാതായതായി പരാതി. തിരൂർ കൂട്ടായി ആശാൻപടി സ്വദേശി അനസിനെയാണ് കാണാതായത്. 1.5 മാസം മുമ്പ് വിസിറ്റിംഗ് വിസയിൽ ജോലി അന്വേഷിച്ച് വന്ന അനസ് കാബൂറയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. മാനസിക വിഷമതകൾ പ്രകടിപ്പിച്ചിരുന്നതിനെ തുടർന്ന് നാട്ടിലേക്ക് പോകുന്നതിനായി എയർപോർട്ടിലേക്ക് അയച്ചെങ്കിലും അനസിനെ കാണാതാവുകയായിരുന്നു. UAE വരും ദിവസങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനമുണ്ടാകുമെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. ഇന്ന് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭാഗികമായ മേഘാവൃതമായ അന്തരീക്ഷമാണ് ഉണ്ടായത്. വടക്കൻ കിഴക്കൻ മേഖലകളിൽ താഴ്ന്ന നിലയിലുള്ള മേഘങ്ങൾ പ്രത്യക്ഷപ്പെടാനും നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട്. കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് ഇന്ന് രാജ്യത്ത് റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിരുന്നു. കുവൈത്തിലെ പ്രധാന വ്യവസായ മേഖലയായ ഷുബൈക്കിൽ തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമാകുന്നത് പ്രവാസികൾക്കിടയിൽ ആശങ്കയുണ്ടാകുന്നു. ജോലി സ്ഥലങ്ങളിലേക്കും താമസ സ്ഥലങ്ങളിലേക്കും പോകുന്ന പ്രവാസികൾക്ക് നേരെ നായ്ക്കളുടെ ആക്രമണവും പതിവാകുന്നുണ്ട്. ജോലി കഴിഞ്ഞ് വൈകിട്ട് മടങ്ങുന്നവർക്കും പുലർച്ചെ ജോലിക്ക് എത്തുന്നവർക്കുമാണ് ഏറ്റവും കൂടുതൽ ഭീഷണിയുള്ളത്. ഉംറ നിർവഹിച്ച ശേഷം നാട്ടിലേക്ക് മടങ്ങാൻ ജിദ്ദ വിമാനത്താവളത്തിലെത്തിയപ്പോൾ ഹൃദയാഘാതമുണ്ടായി മലയാളി തീർത്ഥാടകൻ മരിച്ചു. മലപ്പുറം പെരിന്തൽമണ്ണ താഴേക്കാട് സ്വദേശിനി പൊന്നേത്ത് നഫീസയാണ് മരിച്ചത്. സ്വകാര്യ ഗ്രൂപ്പിൽ ഉംറ നിർവഹിക്കാനെത്തിയ ഇവർ കർമ്മങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് മടങ്ങാനായി ജിദ്ദ വിമാനത്താവളത്തിലെത്തിയപ്പോൾ ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു. തുടർന്ന് ജിദ്ദ അബ്ഹൂറിലെ ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ വെള്ളിയാഴ്ച രാവിലെ മരിക്കുകയായിരുന്നു. ഇറാനിൽ തുടരുന്ന കടുത്ത ആഭ്യന്തര പ്രശ്നങ്ങളെ തുടർന്ന് ഇന്ന് നടത്തേണ്ടിയിരുന്ന എല്ലാ സർവീസുകളും റദ്ദാക്കിയതായി ഫ്ലൈ ദുബായ് അറിയിച്ചു. യാത്രക്കാരുമായി നേരിട്ട് ബന്ധപ്പെടുമെന്നും സാഹചര്യം നിരീക്ഷിച്ച ശേഷം പുതിയ സമയക്രമം അറിയിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. സർവീസുകൾ നിർത്തിവെക്കാനുള്ള കൃത്യമായ കാരണം ഫ്ലൈ ദുബായ് പറഞ്ഞിട്ടില്ലെങ്കിലും ഇറാനിലെ സംഘർഷാവസ്ഥയാണ് ഇതിന് കാരണമെന്നാണ് പ്രാഥമിക സൂചന. വിപണിയിലുള്ള നെസ്ലയുടെ ബേബി ഫുഡ് മാരകമായ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് തിരിച്ചു വിളിക്കുന്ന പശ്ചാത്തലത്തിൽ UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളും കനത്ത ജാഗ്രതയിൽ. അസംസ്കൃത വസ്തുക്കളിലൊന്നിൽ ബാസിലസ് സിറസ് എന്ന ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയതാണ് ഈ കടുത്ത നടപടിക്ക് കാരണം. ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകും. നമസ്കാരം.